സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവൽപദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ഗം ഗണപതയേ നമഃ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരി പങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ പോഷണം എന്ന ലീലയെ കുറിക്കുന്ന 6-ാം സ്കന്ധം സമർപ്പിച്ചു. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളും തൻ്റെ അംശമാണ്. ചതുശ്ലോകി ഭാഗവതത്തിൽ കൂടി അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സദസൽപരം പശ്ചാദഹം യഥേതച്ചായോവശിഷ്യേത സോസ്മ്യഹം എന്ന് ബ്രഹ്മാവിന് സൃഷ്ടിക്ക് മുൻപ് ഇവിടെ ഉള്ളതും സൃഷ്ടിയായി ഇനി വരാൻ പോകുന്നതും സൃഷ്ടി ലയിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആദിശേഷനും താൻ തന്നെ എന്ന് ഉപദേശിച്ചു. അങ്ങനെ ഭഗവാന്റെ അടുത്ത് നിന്ന് നേരിട്ട് ഭാഗവത ഉപദേശം വാങ്ങി ബ്രഹ്മാവ് സൃഷ്ടികളെ ആരംഭിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഉപദേശിച്ച ഭഗവാനൊരു വേവലാതി തുടങ്ങിയത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളും ഞാൻ തന്നെയാണ് എന്നുണ്ടെങ്കിൽ അജ്ഞാനത്തിന് അടിമപ്പെട്ട് പരമജ്ഞാനം നഷ്ടപ്പെട്ട് പലവിധത്തിലുള്ള ആവലാദികളും വേവലാദികളും പിടികൂടി ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോകുന്നതും ഞാൻ തന്നെയല്ലേ. അപ്പം സൃഷ്ടിയിലുള്ള എല്ലാ വസ്തുക്കളും ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കഷ്ടപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ തന്നെയാണ്. അവിടെ ഒരു കാരുണ്യം, ആ ഒരു കാരുണ്യത്തിൽ നിന്നാണ് ഭാഗവതം നമുക്ക് ലഭിക്കുന്നത്. ഇദം ഹി ബ്രഹ്മണേ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. എത്രയായാലും എൻ്റെ അംശമല്ലേ, ഞാൻ തന്നെയല്ലേ എന്നുള്ളതായ ആ ഒരു ഭഗവാന്റെ കാരുണ്യമാണ് ഭാഗവതം ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കാരുണ്യത്തെ ഒന്നുകൂടി വിസ്തരിച്ചു 6-ാം സ്കന്ധത്തിൽ പോഷണം എന്ന ലക്ഷണത്തോടെ കഴിഞ്ഞ് ഇപ്പോഴിതാ 7ാം സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് അടിസ്ഥാനമായ കർമ്മവാസന ഊതി എന്നുള്ളതാണ് 7ാം സ്കന്ധത്തിൻ്റെ വിഷയം ആയി പറയുന്നത്. ഊതയ കർമ്മവാസന. എന്താ കർമ്മവാസന എന്ന് പറഞ്ഞാൽ? നമ്മുടെയൊക്കെ സ്വഭാവം വ്യത്യസ്തമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളും നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തികളും ഒക്കെ വ്യത്യസ്തമാണ്. എന്താണ് നമ്മളെ ഇങ്ങനെ വ്യത്യസ്തമാക്കുന്നത്?
നമ്മൾ വ്യത്യസ്തര് എന്നുള്ളത് പോട്ടെ, ഒരേ അച്ഛനമ്മമാരുടെ 2 മക്കൾ ഒരു പക്ഷേ വ്യത്യസ്ത സ്വഭാവത്തിൽ വളരുന്നു. അപ്പം എന്താ ഈ സ്വഭാവത്തിൻ്റെ മൂലകാരണം, മൂലസ്ഥാനം? അതാണ് കർമ്മവാസന. ആ കർമ്മവാസനയെക്കുറിച്ചാണ് 7-ാം സ്കന്ധം നമുക്ക് പറഞ്ഞു തരുന്നത്. കർമ്മവാസന അത് സത്തായിട്ട്, സാത്വികമായിട്ട് വളരുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ സദ്ഭക്തി എന്നുള്ളത് ഉടലെടുത്താൽ ഭഗവാന്റെ അനുഗ്രഹം അത് നമുക്ക് എവിടേക്കും പോകേണ്ടതില്ല. എവിടെ നമ്മളുണ്ടോ അവിടെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അല്ല, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അല്ല, ദുർവാസനയാണ് ഉള്ളിൽ. ചെയ്യുന്ന ദുഷിച്ച കർമ്മങ്ങളുടെ സംസ്കാരം ദുർവാസനയായി ഉള്ളിൽ നിറഞ്ഞാൽ, അത്തരത്തിലുള്ളതായ ദുർവാസന ഉള്ളിൽ നിറഞ്ഞ ഒരാൾക്ക് എവിടെ പോയാലും ഈശ്വരനെ കാണാൻ സാധിക്കില്ല. എത്രയൊക്കെ ഈശ്വരൻ അനുഗ്രഹിച്ചാലും അതിനെ അംഗീകരിക്കുകയുമില്ല. ഈ ഒരു 2 കർമ്മവാസനയെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു സപ്തമസ്കന്ധത്തിൽ. സദ്വാസനയ്ക്ക് പ്രതീകമായി പ്രഹ്ലാദനും ദുർവാസനയ്ക്ക് പ്രതീകമായി ഹിരണ്യകശിപുവും. ഗംഗാതീരത്തിരുന്ന് പരമഗുരുനാഥനായ ശ്രീശുഖബ്രഹ്മഋഷിയിൽ നിന്നും ഭാഗവത കഥകളെ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ഒരു സംശയം: സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധിൽ വിഷമോ യഥാ. എല്ലാവരെയും സമന്മാരായിട്ട്, എല്ലാവരെയും പ്രിയന്മാരായിട്ടൊക്കെ കാണണം എന്നാണല്ലോ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. നമ്മളെല്ലാത്തിനെയും നാരായണനായിട്ട് ഒരുപോലെ കാണണം എന്നൊക്കെ ഭാഗവത ധർമ്മം പറയുന്നു. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കഥകൾ കേട്ടു, വൃത്രാസുരൻ്റെ ചരിതവും ഒക്കെ കേട്ടു. ഇതിലൊക്കെ ഭഗവാൻ ദേവന്മാരെ സഹായിച്ചു എന്നാണ് ധാരാളമായി പറയുന്നത്. ഭഗവാൻ ദേവന്മാരെ സഹായിച്ച കഥകളാണ് അധികവും. അസുരന്മാരെ സഹായിച്ചു എന്ന് അധികമൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണണം എന്നിരിക്കെ ഭഗവാൻ എന്താ എല്ലാവരെയും ഒരുപോലെ കാണാത്തത്? ഭഗവാൻ എന്താ ഈ ദേവന്മാരെ അധികം സഹായിക്കുന്നത്? ഭഗവാൻ എന്താ അസുരന്മാരോട് വിരോധം? നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ നാളെ അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം തിരിച്ച് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഭഗവാനിപ്പോൾ ദേവന്മാരെ സഹായിച്ചതുകൊണ്ട് നാളെ എന്തെങ്കിലും നേട്ടം കിട്ടേണ്ടതുണ്ടോ? അസുരന്മാരെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ഭഗവാന്റെ ഈ ഒരു സ്വഭാവത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് സാധുപൃഷ്ടം മഹാരാജ ഹരേ ചരിതം അദ്ഭുതം. പരീക്ഷത്തെ, അങ്ങയുടെ ചോദ്യം വളരെ നന്നായിട്ടുണ്ട്. ഭഗവാൻ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം, ഭഗവാൻ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നൊക്കെ ചോദിച്ചാൽ, ഭഗവാന്റെ ലീലകൾക്ക് എന്താ കാരണം എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരേയുള്ളൂ: അദ്ഭുതം. അതിന്നും ഭഗവാന് മാത്രം അറിയുന്ന രഹസ്യമാണ്. അല്ലേ? നമ്മളൊക്കെ ഈ ഭഗവാന്റെ കഥകളെ, ഭാഗവതത്തെ നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അറിവിനും കഴിവിനും അനുസരിച്ച് പല വിധത്തിൽ പല ചമൽക്കാരങ്ങളെ വെച്ച് പാടുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഭഗവാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിയണ ഒരാൾ ഭഗവാൻ മാത്രം. പൂതനാമോക്ഷം എന്നുള്ള ചരിതം പറയുമ്പോൾ അതിസുന്ദരിയായിട്ട് പൂതന എന്ന രാക്ഷസി കൃഷ്ണൻ്റെ അരികിലേക്ക് വന്നു. തൻ്റെ അരികിലേക്ക് പൂതന എത്തി എന്ന് കണ്ടതും അതുവരെ വിടർന്ന താമരക്കണ്ണുകളെ തുറന്നു പിടിച്ച ആ ഭഗവാൻ പൂതന അരികിലെത്തിയെന്ന് കണ്ടതും കണ്ണടച്ചു. ഭഗവാൻ കണ്ണടച്ചു. അയ്യോ, ഭക്തന്മാർ തുടങ്ങി വ്യാഖ്യാനിക്കാൻ ഇന്നതുകൊണ്ടാണ് ഭഗവാൻ കണ്ണടച്ചത്, അല്ല ഇന്നതുകൊണ്ടാണ് ഭഗവാൻ കണ്ണടച്ചത്. പല വിധത്തിൽ ഭഗവാൻ ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും അതിന് വ്യാഖ്യാനങ്ങളെ പറയുന്നു. പക്ഷേ എന്തിനാ കണ്ണടച്ചത് എന്ന് ഇപ്പോഴും അറിയുന്ന ഒരാൾ
അത് കണ്ണടച്ച ആ ഭഗവാന് മാത്രം. അപ്പോൾ നമ്മളൊക്കെ ആചാര്യപീഠത്തിലിരുന്ന് എൻ്റെ അഭിപ്രായത്തിൽ കൃഷ്ണൻ അങ്ങനെ ചെയ്തത്, എൻ്റെ അഭിപ്രായത്തിൽ നരസിംഹം ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ കപിലോപദേശം പറയുമ്പോൾ ഇവിടെ രാധേടത്തി പറഞ്ഞില്ലേ, ഹാസം ഹരേ. ഭഗവാന്റെ ഓരോ സന്ദർഭത്തിലുള്ള പുഞ്ചിരിക്കും ഓരോ അർത്ഥമാണെന്ന്. ഓരോരുത്തരോടും ഭഗവാൻ ചിരിക്കുമ്പോൾ അതിന് ഓരോ തരത്തിലുള്ള അർത്ഥമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ ഇരുന്ന് ഭഗവാന്റെ ലീലകളെ അതിഗംഭീരമായിട്ട് എന്ന ഭാവത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പക്ഷേ ഭഗവാൻ ചിരിക്കുന്നുണ്ടാവും. എന്തറിഞ്ഞിട്ടാണ് ഈ വിദ്വാൻ ഈ തട്ടിവിടുന്നത്? ഹാസം ഹരേ. അപ്പം ഭഗവാന്റെ ലീലകളെ മുഴുവനായിട്ട് പറയാൻ, മുഴുവനായിട്ട് മനസ്സിലാക്കാൻ ആർക്കാ സാധിക്കുക? പരീക്ഷത്തെ. എങ്കിലും അങ്ങയുടെ മുത്തശ്ശനായ യുധിഷ്ഠിര മഹാരാജാവ് പണ്ട് രാജസൂയ മഹായാഗരംഗത്തിൽ വെച്ച് തന്നെ ശകാരിച്ച് ശിശുപാലന് പരസ്യമായി ഭഗവാൻ മോക്ഷം കൊടുത്തപ്പോൾ ഇതേപോലൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്ന നാരദ മഹർഷിയോട് ചോദിക്കുകയുണ്ടായി. ഹേ നാരദ മഹർഷി, 18 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായജ്ഞം, രാജസൂയം, എത്രയോ വിഷമങ്ങൾ സഹിച്ച് ഭഗവാന്റെ കടാക്ഷത്തോടുകൂടി ഞങ്ങളിതാ ഭംഗിയായിട്ട് ഇതിനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. യജ്ഞം നടത്തുക, യാഗം നടത്തുക, ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൃഷ്ണനെ പൂജിക്കട്ടെ, എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു യജ്ഞം സംഘടിപ്പിച്ചത്. എന്നിട്ടോ ഈ നാമം ജപിക്കാൻ വന്ന ആൾക്കാർ മുഴുവൻ നോക്കി നിൽക്കേ ചീത്ത വിളിച്ച ശിശുപാലന് ഇത്ര പരസ്യമായിട്ട് കൃഷ്ണൻ മോക്ഷം കൊടുത്താൽ ഇപ്പോൾ ഈ നാമം ജപിക്കാൻ വന്ന ആൾക്കാർ എന്താ വിചാരിക്കുന്നുണ്ടാവുക? ഞങ്ങൾ എത്ര കാലമായി ഈ കൃഷ്ണരാമ ഗോവിന്ദ എന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല. ശിശുപാലൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, മോക്ഷത്തിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം കിട്ടാൻ ഏറ്റവും സുഖം നാമം ജപിക്കലല്ല, പിന്നെയോ ചീത്ത വിളിക്കല. ഇതല്ലേ തോന്നുക? അല്ല, സത്യം പറയട്ടെ, എനിക്കും തോന്നുന്നുണ്ട്. എന്ത്? ശിശുപാലൻ വിളിച്ചതുപോലെ ഈ കൃഷ്ണൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുറച്ച് ചീത്ത വിളിച്ചാലോ? നാരദർ പറഞ്ഞു, ആരാ വേണ്ടാന്ന് പറഞ്ഞത്? യുധിഷ്ഠിര മഹാരാജാവെ, അങ്ങയ്ക്ക് ഇതുപോലെ ശിശുപാലൻ വിളിച്ചതുപോലെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോളൂ. പക്ഷെ ഒരു കാര്യമുണ്ടേ, ശിശുപാലൻ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആരഭ്യ കളഭാഷിണി. ചെറിയ പ്രായത്തിൽ കുട്ടികൾ കളകളകളാന്ന് സംസാരിക്കണ ആ സമയത്ത് കള്ളാന്ന് വിളിച്ചു തുടങ്ങിയതാ കൃഷ്ണനെ. അതുകൊണ്ട് ശിശുപാലൻ വിളിക്കണത് കേട്ടിട്ട് അങ്ങേക്ക് വിളിക്കാൻ പറ്റും തോന്നണുണ്ടോ? രാജസൂയ യാഗത്തിന് കൃഷ്ണൻ എഴുന്നള്ളൂന്നോ കൃഷ്ണൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണനെ കാണുമ്പോഴേക്കും സകല പൂജകളും അങ്ങ് മറന്നു. അങ്ങനെ ആ കൃഷ്ണനെ സർവ്വവിധത്തിലും സ്നേഹം കൊണ്ട് വശീകരിച്ചു നിൽക്കുന്നതായ നിങ്ങൾക്ക് കൃഷ്ണനെ ചീത്ത വിളിക്കാൻ പറ്റുമോ? യുധിഷ്ഠിര, അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ഈ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്ത് നോക്കി ചീത്ത പോയിട്ട് ഒരു വാക്ക് പറയാൻ അങ്ങയ്ക്ക് സാധിക്കുമോ? കണ്ഠമിടറും, കണ്ണുകൾ നിറയും. അതാണ് പാണ്ഡവന്മാരുടെ ഭക്തി. അപ്പം ശിശുപാലൻ ചീത്ത വിളിച്ചതോ? ആരാ ഈ ശിശുപാലൻ? ഭഗവാന്റെ പാർഷദന്മാർ, ജയവിജയന്മാർ. അറിയാലോ കഥ. സനകാദി യോഗീശ്വരന്മാരെ തടഞ്ഞു. ആ ഉള്ളിലുള്ളതായ കർമ്മവാസന പരിപൂർണമായും നശിക്കണം, അതിന് 3 ജന്മം ഭൂമിയിൽ പിറക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. തൻ്റെ ഭക്തന്മാർ 3 തവണ ഭൂമിയിൽ പ്രാരബ്ധത്തിൽ പെടുന്നു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, 4 തവണ അവതാരെടുത്ത് ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാമെന്ന്. അങ്ങനെ ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളെ നരസിംഹമൂർത്തിയായും വരാഹമൂർത്തിയായും, രാവണ കുംഭകർണന്മാരെ ശ്രീരാമചന്ദ്രസ്വാമിയായും, ശിശുപാല ദന്തവക്ത്രന്മാരെ ഇതാ കൃഷ്ണനായിട്ടും ഭഗവാൻ നിഗ്രഹരൂപത്തിൽ അനുഗ്രഹിക്കുന്നു. പിന്നെ ഭക്തി എന്നുള്ളത് ശിശുപാൽ, യുധിഷ്ഠിര, അങ്ങ് കരുതുന്നത് പോലെ ഈ നാമം ജപിക്കൽ,
നമസ്കരിക്കൽ ഇത് ഭക്തിയാണ്. പക്ഷേ ആത്യന്തികമായി ഭക്തി എന്ന് വെച്ചാൽ എന്താ? കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയൽ. ഏത് വിധത്തിലായാലും മനസ്സ് ഭഗവാനിലേക്ക് ചേർത്തു വച്ചാൽ അത് ഭക്തിയാണ്. കാമാൽ, ദ്വേഷാൽ, ഭയാൽ, സ്നേഹാൽ ഇതിനൊക്കെ ഉദാഹരണവും പറഞ്ഞു നാരദ മഹർഷി. യാതൊരു ഗോപികമാരാണോ കൃഷ്ണനെ പ്രേമത്തിൽ കൂടി സ്വന്തമാക്കിയത്, അതേ കൃഷ്ണനെ സ്വന്തമാക്കി ആര്? കംസൻ. പക്ഷേ പ്രേമല്ല, പേടിയാണെന്ന് മാത്രം. അതേ കൃഷ്ണനെ ദ്വേഷത്തിൽ കൂടി ശിശുപാലാദികൾ, അതേ കൃഷ്ണനെ സ്നേഹത്തിൽ കൂടി പാണ്ഡവന്മാരെ നിങ്ങളും. ഇതേ വിധത്തിൽ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടോ? ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അസുരനാണോ ദേവനാണോ മനുഷ്യനാണോ മൃഗമാണോ എന്നൊന്നും ഭഗവാൻ നോക്കിയിട്ടില്ല. ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. സവിതൃപ്രകാശ, ഏതുപോലെ പ്രകാശം എല്ലാവർക്കും ഒരുപോലെ സൂര്യദേവൻ കൊടുക്കുന്നത് പോലെ ഭഗവാൻ എല്ലാവരിലേക്കും ഒരുപോലെ ആ കാരുണ്യത്തെ ചൊരിയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് യുധിഷ്ഠിരൻ പറയുന്നത്, എനിക്ക് ആ നരസിംഹാവതാര ചരിതം നാരദ മഹർഷിയെ ഒന്ന് പാടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് രാജസൂയ യാഗവേദിയിൽ വച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ മുൻനിർത്തി ശ്രീനാരദ മഹർഷി ആ ചരിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായി വന്ന് വധിച്ചു. വരാഹമൂർത്തിയായി വന്ന് വൈകുണ്ഠവാസിയായ നാരായണൻ തൻ്റെ സഹോദരനെ വധിച്ചു എന്നറിഞ്ഞ ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. നേരിട്ട് വന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഒരു കള്ളവേഷം കെട്ടി വനഗോചരോ മൃഗ, ഒരു കാട്ടുപന്നിയുടെ വേഷം കെട്ടിയിട്ടല്ലേ അവൻ കൊന്നത്, ചതിച്ചു കൊന്നില്ലേ. അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതായ ക്രോധത്തോടുകൂടി പല്ലിറുമ്മി പുരികക്കൊടി വളച്ച് തൻ്റെ കൂട്ടാളികളായ അസുരന്മാരെ മുഴുവൻ അരികിലേക്ക് വിളിച്ചു ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിൻ്റെ അട്ടഹാസം കേട്ട് എല്ലാവരും ഓടി വന്നു. എന്താ മഹാരാജാവേ? ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ, ഹിരണ്യാക്ഷൻ മരിച്ചു, കൊന്നു. ആര്? ആ മഹാവിഷ്ണു. അതുകൊണ്ട് ഇനി ഈ വിഷ്ണുവിനോട് പകരം ചോദിക്കാതെ എൻ്റെ ജീവിതത്തിൽ വിശ്രമമില്ല. മഹാവിഷ്ണുവിനെതിരായിട്ടുള്ള സമരം ഇന്നു മുതൽ ഞാൻ തുടങ്ങാൻ പോവാണ്. നിങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ടാവണം. പറയേണ്ട താമസം സകല അസുരന്മാരും ഹിരണ്യകശിപുവിന് ജയാരവം മുഴക്കി അവിടെ വച്ച് തൻ്റെ കയ്യിലുള്ളതായ ത്രിശൂലത്തെ ഉയർത്തി ഹിരണ്യകശിപു ഘോരമായ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. മച്ഛൂലഭിന്നഗ്രീവസ്യ ഭൂരിണാരുധിരേന വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരം മേ ഗതവ്യഥ. എൻ്റെ സഹോദരനെ വധിച്ച ഹിരണ്യാക്ഷൻ്റെ ആ മഹാവിഷ്ണുവിൻ്റെ മാരടത്തിലേക്ക് ഈ ശൂലം കുത്തിയിറക്കി വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷന് തർപ്പണം ചെയ്യും എന്ന് സത്യം ചെയ്തു. ഏതായാലും തൻ്റെ അസുരന്മാരായിട്ടുള്ള മന്ത്രിമാരോടൊക്കെ പറഞ്ഞു, മഹാവിഷ്ണുവിന് ശക്തി കൊടുക്കുന്നത് ഇവിടുത്തെ നാമജപങ്ങൾ, ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെയാണ്. അപ്പം എന്തു വേണം? എത്രയെത്ര ദ്വിജാഗാവോ വേദാ വർണ്ണാശ്രമാക്രിയാഹ. ഇവിടത്തെ ഈ പറഞ്ഞതായ സദാചാര ഭാവത്തെ മുഴുവൻ നിങ്ങൾ ഇല്ലാണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് അസുരന്മാരെ പല ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അവരൊക്കെ നാമജപങ്ങൾ ഇല്ലാണ്ടാക്കാൻ, ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനൊക്കെ പുറപ്പെട്ടു. എല്ലാവരെയും പറഞ്ഞയച്ച് ഹിരണ്യകശിപു നേരെ തൻ്റെ അമ്മയായ ദിതിയെയും ഹിരണ്യാക്ഷപത്നിയായ ഋഷാഭാനുവിനെയൊക്കെ കാണാനായി പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ കണ്ടത് ഹിരണ്യകശിപുവിൻ്റെ ആ ശവശരീരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അമ്മയെയും സഹോദരിയെയുമാണ്. കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് കുറച്ച് വിഷമം തോന്നി. ഹിരണ്യകശിപു സ്വന്തം പുത്രൻ മരിച്ച് പൊട്ടിക്കരയുന്നതായ അമ്മയുടെ, സ്വന്തം ഭർത്താവ് മരിച്ച് കരയുന്നതായ ആ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവിടെ ഇരുന്ന് അതിഗംഭീരമായിട്ടുള്ളൊരു ഉപദേശം. ഏകാദശ സ്കന്ധം നോക്കിയാൽ കൂടി ഇത്ര ഗംഭീര ഉപദേശം കാണില്ല. അത്ര ഗംഭീര ഉപദേശമാണ് ഹിരണ്യകശിപുവിൻ്റേത്. ശരീരം അതിന്നല്ലെങ്കിൽ നാളെ നശിക്കണതാണ് എന്നും ഈ ശരീരത്തിന് വേണ്ടിയിട്ട് സങ്കടപ്പെടുന്നത്
വിഡ്ഢിത്തമാണ്. എത്രയൊക്കെ നമ്മളിനി പൂട്ടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം നമ്മളെ ചതിക്കും. അതിനകത്തുള്ളതായ ആത്മാവ് ആത്മാ നിത്യ അവ്യയ ശുദ്ധ സർവക സർവവിൽപര. അത് നിത്യമാണ്, ശുദ്ധമാണ്, ശരീരമായിട്ടൊരു ബന്ധവുമില്ലാത്ത ചൈതന്യമാണ്. നമ്മളൊക്കെ വിളിക്കുമ്പോൾ വിളികേട്ടിരുന്ന, നമ്മൾ സ്നേഹിച്ചിരുന്ന ഹിരണ്യാക്ഷൻ മരണമില്ലാത്ത ചൈതന്യമാണ്. ശരീരം അതിന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആ പരമതത്വം ഇവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നല്ലൊരു കഥ കൂടി പറഞ്ഞു കൊടുത്തു. ഭർത്താവ് മരിച്ച് ശവശരീരം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഭാര്യയുടെ അരികിലേക്ക് ചെറിയൊരു കുട്ടിയായി കടന്നു വന്നതായ യമധർമ്മരാജാവ്, ഇങ്ങനെ ഈ ശരീരത്തിന് വേണ്ടി കരയുന്നുവല്ലോ നിങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹമാണ് ഇവിടെ ഓരോരുത്തരെയും നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയുന്നില്ലല്ലോ. സരക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഇവിടിപ്പോൾ 12:45 കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായി, ഭക്ഷണം കഴിക്കണ്ടേ. കുറച്ച് സമയം ഫാൻ്റെ കാറ്റ് ഇങ്ങോട്ട് എത്തുന്നില്ല, കുറച്ച് ചൂട്, ടെൻഷനായി. ശ്വാസം കിട്ടണില്ലെങ്കിൽ ടെൻഷനായി, ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമായി, കാല് നീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമായി. ഇങ്ങനെയൊക്കെ വിഷമിച്ചു നമ്മൾ പുറത്തെത്തുമ്പോൾ അപ്പോഴാണ് ചോദിക്കുന്നത്, അല്ല ഈ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഇതൊക്കെ ആരാ നമുക്ക് കൊണ്ടു തന്ന ആൾ? അമ്മയുടെ ഗർഭത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം പ്രാണവായു ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സരക്ഷിത, ആരാണോ ആ ഗർഭത്തിൽ വെച്ച് നമ്മളെ രക്ഷിച്ചത് ആ ഭഗവാൻ തന്നെയാണ്, ആ ഈശ്വരൻ തന്നെയാണ് ഇപ്പോഴും നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ യമധർമ്മരാജാവ് ആ സുയജ്ഞൻ എന്നുള്ള രാജാവിൻ്റെ ഭാര്യയെ ഉപദേശിച്ച് സമാധാനിപ്പിച്ച കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തിനേറെ പറയുന്നു, ഹിരണ്യകശിപുവിൻ്റെ ഉപദേശം കൊണ്ട് ഫലമുണ്ടായി. പുത്രശോകം ക്ഷണാൽ തെക്കുതുവ, തൻ്റെ പുത്രൻ മരിച്ച ദുഃഖം മറന്ന് അവർ മനസ്സിനെ ശാന്തമാക്കി. അമ്മയെയൊക്കെ സമാധാനിപ്പിച്ച് ഹിരണ്യകശിപു നേരെ പുറപ്പെട്ടു തപസ്സിനായിട്ട്. ഹിരണ്യകശിപുവിനറിയാം, മഹാവിഷ്ണുവിനോട് എതിർക്കുമ്പോൾ കേവലം ശരീരബലം മാത്രം പോരാ, വരബലം കൂടി വേണം എന്ന് മനസ്സിലാക്കിയതായ ഹിരണ്യകശിപു വിഷ്ണുവിനെതിരെയുള്ളതായ ശക്തി നേടാൻ സതേപേ മന്ദരദ്രോണ്യാം തപ പരമദാരുണം, മന്ദരപർവ്വതത്തിൻ്റെ താഴ്വാരയിൽ അതിഗംഭീരമായിട്ടുള്ള തപസ് തുടങ്ങി. തപ പരമദാരുണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത്ര ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള തപസ്. സ്വതവേ നമ്മൾ തപസ് എന്നൊക്കെ കേട്ടാൽ നമ്മുടെ ഉള്ളിലൊരു ചിത്രമുണ്ട്. എന്താ ചിത്രം? സ്വസ്ഥമായി എവിടെയെങ്കിലും നല്ല വൃത്തിയിൽ സൗകര്യത്തിലിരുന്ന് കൈയൊക്കെ സ്വസ്ഥമായി വെച്ച് കണ്ണൊക്കെ ഒന്ന് അടച്ച്, ഇതിനെയാണ് നമ്മൾ തപസ് എന്ന് കരുതുന്നത്. എന്നാൽ ഹിരണ്യകശിപുവിൻ്റെ തപസ് ഇങ്ങനെയൊന്നുമല്ല. ഹിരണ്യകശിപു തപസ്സിന് നിന്നതുപോലെ നമുക്കൊരു 5 മിനിറ്റ് നിൽക്കാനാവില്ല. പ്രഷർ കൂടി തല ചുറ്റി വീഴും, ഉറപ്പാ. എങ്ങനെയാണ് നിന്നത് വെച്ചാൽ, കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്ത് കുത്തി, ഒരു കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്ത് കുത്തി, മറ്റേ കാല് മടക്കി വെച്ച് 2 കൈകളും മുകളിലേക്ക് കൂപ്പി, കണ്ണടച്ചിട്ടൊന്നല്ല, കണ്ണ് ഉരുട്ടി വിഴിച്ച് കൃഷ്ണമണി ഒരല്പം പോലും ചലിക്കാതെ കണ്ണടയ്ക്കാതെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടാ തപസ്. ഇത് പറയുമ്പോൾ തന്നെ തല ചുറ്റുന്നില്ലേ? അപ്പോൾ കാലാത്മനോശ്ച നിത്യത്വാൽ സാധയിഷ്യേ വ്രതം മമ, ഞാൻ വിചാരിച്ച കാര്യം കഴിഞ്ഞിട്ടേ ഇനി കണ്ണ് തപസ് നിർത്തുള്ളൂ എന്ന ഭാവത്തിൽ തപസ് തുടങ്ങി. ഹിരണ്യകശിപുവിൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരെല്ലാവരും ബ്രഹ്മാവ് അറിഞ്ഞിട്ടില്ലേ ഈ കാര്യം എന്ന് വിചാരിച്ചു ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മദേവ, ഹിരണ്യകശിപു തപസ് തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്താ പോവാത്തത്? അല്ല, പോയാലാണോ കുഴപ്പം, പോവാണ്ടിരുന്നാലാണോ കുഴപ്പം? ദേവേന്ദ്രൻ പറഞ്ഞു, അങ്ങ് പോയിക്കോളൂ. ആദ്യം പോയിട്ട് അവൻ്റെ തപസ് നിർത്തൂ. കാരണം ഈ തപസ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ തപസ് കഴിഞ്ഞിട്ട്
ദേവന്മാരെ കൊല്ലാനൊരു വരൊന്നും വേണ്ടി വരില്ല. എന്തേ, തപസ്സുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ചാവും. അതുകൊണ്ട് തൽക്കാലം അവൻ്റെ തപസ് നിർത്തൂ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ ബ്രഹ്മാവ് ഹംസവാഹനത്തിൽ കയറി ഹിരണ്യകശിപുവിൻ്റെ ആശ്രമത്തിന് മുകളിലായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. താഴെ നോക്കുമ്പോൾ ഒന്നും കാണണില്ല, ഒരു ചിതൽപ്പുറ്റു മാത്രം. പ്രാണാഹി അസ്ഥിഷു ശേരത്തെ, ഒരസ്ഥികൂടം അതിനകത്ത്. തൻ്റെ കമണ്ഡലുവിൽ നിന്ന് അല്പം ജലമെടുത്തൊന്ന് തെളിച്ചതും സർവാവയവസമ്പന്നോ വജ്രസംഹനനോ യുവ, നല്ല തിളങ്ങുന്ന സ്വർണത്തിൻ്റെ നിറത്തോടെ ഉരുക്കിൻ്റെ ബലത്തോടുകൂടി ഹിരണ്യകശിപുവിന് ഒരു പുനർജന്മം, ഒരു രണ്ടാം ജന്മം ഉണ്ടായിന്ന്. ഹിരണ്യകശിപു തന്നെ തൻ്റെ ശരീരത്തിൻ്റെ തേജസ് കണ്ട്, തൻ്റെ ശരീരത്തിൻ്റെ ബലം കണ്ട് അത്ഭുതപ്പെട്ടു അല്ലേ. സ്വതവേ ഒരു തപസ് കഴിഞ്ഞ് സ്തുതിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആരെങ്കിലും വരം തരേണ്ടത്. ഇതിപ്പോൾ താൻ സ്തുതിച്ചിട്ടും കൂടിയില്ല. തൻ്റെ ശരീരത്തിന് വിചാരിച്ചതിനേക്കാൾ അനുഗ്രഹവും ബലവും ഒക്കെ തന്നത് ആരാ തന്നെ ഇന്നിങ്ങനെ അനുഗ്രഹിച്ചതെന്ന് ഹിരണ്യകശിപു ഒന്ന് നോക്കിയപ്പോഴാണ് ഹംസവാഹം അവസ്ഥിതം നിരീക്ഷ്യ അംബരേ ദേവം, ആകാശവീഥിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഹംസവാഹനത്തിലിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടു. ഹിരണ്യകശിപു ഗംഭീരമായിട്ട് ബ്രഹ്മാവിനെ അങ്ങനെ സ്തുതിച്ചു. കൽപ്പാന്തേ കാലസൃഷ്ടേനായോന്ധേന തമസാവൃതം എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവിനെ അങ്ങ് മുഖസ്തുതി ചെയ്തു ഹിരണ്യകശിപു. ബ്രഹ്മാവിന് എത്രയോ കാലം കൂടുമ്പോൾ കിട്ടുന്ന ഒരു ചാൻസാണ് ഉണ്ട് ഈ മുഖസ്തുതി കേൾക്കുക എന്നുള്ളത്. സ്വതവേ അങ്ങനെ ആരും ബ്രഹ്മാവിനൊന്നും സ്തുതിക്കണമെന്നൊന്നും അധികം കേൾക്കാറില്ല. അപ്പോൾ എത്രയോ കാലം കൂടി ഒരാൾ മുഖസ്തുതി പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അതിൽ വീണു എന്ന് വേണം പറയാൻ. ബ്രഹ്മാവ് ചോദിച്ചു, നിനക്ക് എന്ത് വരം വേണമെങ്കിലും തരാം, എന്ത് വരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ മൃത്യുർമാ, മരിക്കരുത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അത് പറ്റില്ല, വേറെ വല്ല വരം വേണമെങ്കിൽ. ഹിരണ്യകശിപുവിനാകെ വിഷമായി. കാരണം ഈ ഒരൊറ്റ വരം കിട്ടാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്ര കാലം കാത്തിരുന്നത്. ഏതായാലും മരണം വരാനിടയുള്ള സകല വാതിലുകളും അടയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അകത്തു വെച്ച് പാടില്ല, പുറത്തു വെച്ച് പാടില്ല, രാത്രി പാടില്ല, പകൽ പാടില്ല, ആകാശത്ത് വെച്ച് പാടില്ല, ഭൂമിയിൽ വെച്ച് പാടില്ല, ജീവനുള്ളത് കൊണ്ട് പാടില്ല, ജീവനില്ലാത്തത് കൊണ്ട് പാടില്ല, മനുഷ്യന്മാർ പാടില്ല, മൃഗങ്ങൾ പാടില്ല. ഇങ്ങനെ അനേകം വരങ്ങളിങ്ങനെ വാരിക്കൂട്ടി ഒടുവിൽ അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒരു വസ്തുവിനെ കൊണ്ടും എനിക്ക് മരണമുണ്ടാവരുത് എന്നുകൂടി വരം വാങ്ങി. വരബലം കൂടി കിട്ടിയപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരം ഒന്നും കൂടി വർദ്ധിച്ചു. ത്രിലോകങ്ങളെയും തൻ്റെ കാൽക്കീഴിലാക്കി ഹിരണ്യകശിപു. ലോകത്തിലൊരു സ്ഥലത്തും ഇനി നാമജപം, യജ്ഞം, ഹോമം ഇതൊന്നും നടക്കരുത്. ക്ഷേത്രങ്ങളൊക്കെ അടിച്ചു തകർത്തു, വിഗ്രഹങ്ങളൊക്കെ പിഴുതുമാറ്റി. പകരം ഹിരണ്യകശിപു പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ ആരാധിച്ചോളൂ. ആരെ? എന്നെ തന്നെ ആരാധിച്ചോളൂ. ഹിരണ്യാക്ഷൻ്റെ വിഗ്രഹങ്ങൾ, ഹിരണ്യകശിപുവിൻ്റെ ചിത്രങ്ങൾ, ഇതൊക്കെ ലോകം മുഴുവൻ ഇറക്കി. ഹിരണ്യാക്ഷനെ പൂജിക്കാനുള്ള പൂജാ സമ്പ്രദായങ്ങൾ, ഹിരണ്യാക്ഷനെ സ്തുതിക്കാനുള്ളതായ സുപ്രഭാതങ്ങൾ, അഷ്ടകങ്ങൾ ഒക്കെ ഇറക്കി. വീടിൻ്റെയൊക്കെ മുമ്പിൽ ഹിരണ്യകശിപു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു. ഒരുവിധം ലോകത്തിലുള്ള നാമജപമൊക്കെ ശരിയായിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ദേവലോകത്തേക്ക് ചെന്നു. ഇന്ദ്രാദികളെ തൻ്റെ കാൽക്കീഴിലാക്കി. ത്രിലോകങ്ങളെയും ജയിച്ചു. ഊർജിത ചണ്ഡശാസന, പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഘോരമായ ശാസന കൊണ്ട് ഹിരണ്യകശിപു കീഴടക്കി. ലോകത്തിലുള്ള മുഴുവൻ നാമജപവും നിർത്തിയെന്ന് ഹിരണ്യകശിപു സമാധാനിച്ചപ്പോഴാണ് ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന നാമജപം തുടങ്ങിയത്. ലോകം മുഴുവൻ നാമജപം നിർത്തിയെന്ന് വിചാരിച്ച തൻ്റെ മുൻപിൽ വന്ന് നാമം ജപിക്കാൻ ആർക്കാ ഇത്ര ധൈര്യം എന്ന് നോക്കിയപ്പോഴാണ് ഇളയവനായ പ്രഹ്ലാദൻ. 4 ഉണ്ണികളാണ് ഹിരണ്യകശിപുവിന്. അതിൽ ഇളയവനാണ് പ്രഹ്ലാദൻ. പക്ഷേ ഗുണൈർ മഹദുപാസക, നാരദർ പറയുക, ഗുണങ്ങളെ കൊണ്ട് പ്രഹ്ലാദനായിരുന്നു ശ്രേഷ്ഠൻ. എന്തൊക്കെയാ പ്രഹ്ലാദൻ്റെ ഗുണങ്ങൾ? ഗുണൈരലം, അനേക ഗുണങ്ങളുണ്ട് പ്രഹ്ലാദന്. എങ്കിലും ഗുരുത്വമുള്ളവനായിരുന്നു, അച്ഛനമ്മമാരോട് ഭക്തിയുള്ളവരായിരുന്നു, സത്യസന്ധനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു. ഇങ്ങനെ പ്രഹ്ലാദൻ്റെ ഗുണങ്ങൾ ഓരോന്നായി പാടി
ഈ പ്രഹ്ലാദൻ്റെ ചെറിയ പ്രായത്തിലുള്ള വളർച്ചയിൽ തന്നെ ഒരു മാറ്റം. എന്താ മാറ്റം? ന്യസ്തക്രീഡന ഗോപാലോ. മറ്റുള്ളതായ കുട്ടികളെ പോലെയുള്ള കളികളിലേക്കൊന്നും ശ്രദ്ധയില്ല. ചിലപ്പോൾ പ്രഹ്ലാദൻ ഒറ്റയ്ക്കെന്ന് കരയും, ചിലപ്പോൾ ഒറ്റയ്ക്ക് പൊട്ടിച്ചിരിക്കും, ഇടയ്ക്ക് കണ്ണടച്ച് ആനന്ദത്തോടുകൂടി അങ്ങനെ ധ്യാനിക്കുന്നത് കാണാം. ഇതൊക്കെ കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് സംശയമായി. പിന്നെ അത്യാവശ്യം നാമം ജപം കൂടി തുടങ്ങിയപ്പോൾ ഹിരണ്യകശിപു ഉറപ്പിച്ചു, ഇവൻ്റെ ഉള്ളിൽ നാമം ജപിക്കുന്ന സ്വഭാവമുണ്ട്. അല്ല, അതുണ്ടാവും. കാരണം താൻ തപസ്സിന് പോയ സമയത്ത് ഗർഭിണിയായിരുന്ന തൻ്റെ ഭാര്യ കയാധുവിനെ ദേവേന്ദ്രാദികളിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിച്ചത് നാരദ മഹർഷിയാണ്. കയാധു നാരദരുടെ ആശ്രമത്തിൽ വച്ച് പ്രഹ്ലാദന് ജന്മം കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 വയസ്സ് വരെ പ്രഹ്ലാദന നാരദരുടെ ആശ്രമത്തിലാണ് വളർന്നത്. അപ്പോൾ നാരദർ പറഞ്ഞു കൊടുത്തതാവും. അതൊക്കെ ചെറിയ പ്രായത്തിൽ വേഗം പഠിക്കും കുട്ടികൾ. അതുകൊണ്ട് എന്തു വേണം? ഇങ്ങനെയുള്ള നാമം ജപമൊക്കെ ഇല്ലാണ്ടാവണം. അതിന് അസുരധർമ്മം പഠിപ്പിക്കുന്ന പാഠശാലയിലേക്ക് പറഞ്ഞയച്ചു. ശുക്രാചാര്യരുടെ ശിഷ്യന്മാരായ ഷണ്ഡാമർക്കന്മാർ അസുരധർമ്മം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിനൊരു സംശയം. എന്താ ഇവൻ പഠിക്കണതെന്നറിയണമല്ലോ. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രഹ്ലാദനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു, ചോദിച്ചു, പ്രഹ്ലാദ പറയൂ, നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? പാഠശാലയിൽ ഒരാഴ്ചയായില്ലേ പോണത്? അവിടെ അസുരധർമ്മം പഠിപ്പിക്കുന്നുണ്ട്. പരമാവധി എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഏതാണ് അസുരധർമ്മം. അതിന് പ്രാക്ടിക്കലൊക്കെ ഉണ്ട്. സന്യാസിമാരെ കൊണ്ടുവരിക, അവരുടെ താടി വെടിച്ച് കളയുക, തലവെട്ടിക്കളയുക. ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസം പാഠശാലയിൽ പോയപ്പോൾ നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കിപ്പോൾ തോന്നണത് എന്താ അറിയോ? എന്താ തോന്നുന്നത്? കാട്ടിലേക്ക് പോകണമെന്ന. ഇനി അച്ഛൻ പോവുമ്പോൾ ഞാനും കൂടി വരാൻ കാട്ടിലേക്ക്. ഹിരണ്യകശിപു ചിന്തിച്ചു, നന്നായി. കാരണം ഈ നായാട്ടിനൊക്കെ പോയി ഈ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് വേണം പ്രാക്ടീസ്. നല്ല കാര്യമാണ്. മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കൊന്ന് അവർ ആ ചോരയിൽ പടയ്ക്കണത് കണ്ടിട്ട് മനസ്സ് ഉറയ്ക്കണം. അല്ല, എന്തിനാ കാട്ടിലേക്ക് പോണത് പ്രഹ്ലാദ? വനം ഗതോയൽ ഹരിമാശ്രയേതാം. ഈ ഗൃഹമാകുന്ന പൊട്ടക്കിണറിനകത്തിരുന്നാൽ എങ്ങനെയാണ് ഈശ്വരനെ സമാധാനത്തിൽ ഭജിക്കാൻ സാധിക്കുക? അതുകൊണ്ട് കാട്ടിൽ ചെന്ന് എവിടെയെങ്കിലും ഒന്ന് കണ്ണടച്ച് ഇരുന്ന് ഭഗവാനെ തപസ് ചെയ്യണം. സഹിച്ചില്ല. ഹിരണ്യകശിപു ഷണ്ഡാമർക്കന്മാരെ നോക്കിയിട്ട് ചോദിച്ചു, ഇതേത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാ പറഞ്ഞു കൊടുത്തത്? ഷണ്ഡാമർക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. ഇത് മുമ്പ് പ്രഹ്ലാദൻ എവിടുന്നോ പഠിച്ചു വെച്ചത് പറയാം. എന്നാൽ അടുത്ത തവണ വരുമ്പോൾ ഇത് പറയാനിടയാക്കരുത്. അവർ തിരിച്ചു കൊണ്ടുപോയി പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ, ഞങ്ങൾ വേറെ എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്നും പറയാണ്ട് നീ എന്തിനാ അച്ഛൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ചോദിച്ചപ്പോൾ ആ പ്രഹ്ലാദൻ പറയണത്, എനിക്ക് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് ഭഗവാനിൽ നിന്ന് മറ്റൊന്നിലേക്കും മാറിപ്പോകുന്നില്ല. ചക്രപാണേർ യദൃച്ഛയാ, ശ്രീചക്രപാണിയായ ആ ഭഗവാനെയല്ലാതെ മറ്റൊന്നിലേക്കും എൻ്റെ മനസ്സ് ചേരുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വിളിക്കാൻ തീരുമാനിച്ചു. അല്ലേ, പ്യൂണിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു ക്ലാസ്സിലേക്ക് ഒരു ചെറിയ കത്ത്. ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ പ്രഹ്ലാദനെയും കൂട്ടി ഷണ്ഡാമർക്കന്മാർ കൊട്ടാരത്തിൽ വരണം. ഷണ്ഡാമർക്കന്മാർ പ്രഹ്ലാദൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഇത്തവണ നീ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ വല്ലതും പറഞ്ഞാൽ ഉറപ്പാ ഞങ്ങളുടെ തലയുണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ജീവൻ പ്രഹ്ലാദ നിൻ്റെ കയ്യിലാണ്, രക്ഷിക്കണേന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഗുരുനാഥന്മാരല്ലേ, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പ്രഹ്ലാദനെ കൊണ്ടുപോയി. ഓടി വന്ന് അച്ഛൻ്റെ പാദത്തിലേക്ക് നമസ്കരിച്ചു. പ്രഹ്ലാദൻ വാരിയെടുത്ത് മടിയിൽ വെച്ച് നിറകയിൽ ചുംബിച്ച് ചോദിച്ചു, പ്രഹ്ലാദ ഉച്യതാം താത. പ്രഹ്ലാദ ഇനി പറയൂ, സ്വധീതം കിഞ്ചിതുത്തമം, നിനക്ക് പഠിച്ചതിൽ വെച്ച് നല്ലത് എന്ന് തോന്നുന്നത് എന്താ?
കഴിഞ്ഞ തവണ നീ എന്നോട് പറഞ്ഞു കാട്ടിലേക്ക് പോകണം എന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിനക്ക് കാട്ടിലേക്ക് പോകണമെന്ന് തോന്നണുണ്ടോ? ഇല്ല. വീട് പൊട്ടക്കിണറാണെന്നൊക്കെ അന്ന് പറഞ്ഞു. ഇപ്പോൾ നിനക്ക് വീട് പൊട്ടക്കിണറായിട്ട് തോന്നണുണ്ടോ? ഇല്ല. പോട്ടെ, കാട്ടിൽ പോയിട്ട് കണ്ണടച്ചിരിക്കണം എന്നൊക്കെയാണല്ലോ നീ അന്ന് പറഞ്ഞത്. ഇപ്പോൾ നിനക്ക് കാട്ടിൽ പോയി കണ്ണടച്ചിരിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ മുഖത്തൊരു സന്തോഷമായി. ചണ്ടാമർക്കന്മാരെ ഒന്ന് നോക്കി ചിരിച്ചു. എന്തായാലും നന്നായിട്ടുണ്ട്, ഇത്തവണ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അല്ല, കാട്ടിലേക്കും പോകണില്ല, കണ്ണടച്ചിരിക്കുകയും ചെയ്യണില്ല. നീ ഇവിടെ ഇരുന്നിട്ട് എന്താ പരിപാടി? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഹിരണ്യകശിപുവിൻ്റെ മടിയിലിരുന്ന് ഭക്തിയുടെ നവവിധ സോപാനങ്ങളെ പ്രഹ്ലാദൻ നമുക്കായി പറഞ്ഞു തരുന്നു. പരമഭക്തിയിലേക്ക് ഉയരാൻ എവിടെ നിന്ന് തുടങ്ങണം? ശ്രവണം, കേൾക്കുക അല്ലേ? ഇന്ന തരത്തിലിരിക്കണം എന്നില്ല, ഇന്ന തരത്തിലുള്ള ഉപവാസങ്ങൾ വേണം എന്നില്ല, ഒരു തരത്തിലുള്ളതായ നിബന്ധനകളുമില്ല. ഇന്ന കുലത്തിൽ പിറക്കണമെന്നോ ഇന്ന വിദ്യാഭ്യാസം വേണമെന്നോ ഒരു തരത്തിലുള്ളതായ നിബന്ധനയില്ല. എന്തേ വേണ്ടത്? കേൾക്കണമെന്നൊരു ശ്രദ്ധയുണ്ടാവുക. അങ്ങനെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ എതൃച്ഛയാ മൽക്കഥാസു ജാതശ്രദ്ധസ്തു യഃ പുമാൻ. ഭഗവാന്റെ കഥകളിലേക്കൊരു ശ്രദ്ധ ഈ ഒരു കേൾക്കളിൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പതുക്കെ പതുക്കെ കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സഖ്യം, ആത്മനിവേദനം, ദാസ്യം തുടങ്ങിയിട്ടുള്ളതായ ഓരോ പടവുകളായിട്ട് ഭഗവാൻ ഉയർത്തും. ഒടുവിൽ പരിപൂർണമായും ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുന്ന ആത്മനിവേദനം എന്ന ഭക്തിയിലേക്ക് ഏതൊരാൾക്കും എത്തിച്ചേരാൻ സാധിക്കും. അതിനെവിടെ നിന്ന് തുടങ്ങണം? ശ്രവണം, കേൾക്കണം. അല്ല, അച്ഛൻ എന്തുകൊണ്ടാണ് ഈ നാമം ജപിക്കാൻ പറ്റാത്തതെന്നറിയോ? അച്ഛൻ കേട്ടിട്ടില്ലല്ലോ. ഒരാളും നാരായണാന്ന് ജപിക്കാൻ പാടില്ല എന്ന് അച്ഛൻ ലോകം മുഴുവൻ ശാസന ഇറക്കി. അപ്പം പിന്നെ അച്ഛനെ കണ്ട ആരെങ്കിലും നാമം ജപിക്കുമോ? അതുകൊണ്ട് ഞാനൊന്ന് നാമം ജപിച്ചു തരാം. അങ്ങനെ ഞാൻ ജപിക്കുന്ന നാമം കുറേ കേട്ട് കഴിയുമ്പോൾ അച്ഛൻ്റെ ഉള്ളിലും കീർത്തനം ജപിക്കണം എന്നുള്ള തോന്നലുണ്ടാവും എന്നും പറഞ്ഞ് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ മടിയിലിരുന്നങ്ങ് നാമം ജപം തുടങ്ങിയതും സഹിച്ചില്ല ഹിരണ്യകശിപുവിന്. തൻ്റെ മടിയിലുള്ളതായ പ്രഹ്ലാദനെ വലിച്ചെറിഞ്ഞു. രാക്ഷസന്മാരോട് പ്രഹ്ലാദനെ കൊല്ലാനായി പറഞ്ഞു. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ. അസുര കുലമാകുന്നതായ ചന്ദനക്കാട്ടിൽ ഇവനെപ്പോലൊരു മുൾപ്പടർപ്പ് അത് വളരരുത് എന്ന ഭാവത്തിൽ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു. പലവിധത്തിൽ അവർ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ഒടുവിൽ ഹിരണ്യകശിപുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അതോടെ ഹിരണ്യകശിപുവിനും വേവലാതിയായി. നൂനമേതൽ വിരോധേനാമൃത്യുർമേ ഭവിതാനവ. ഈ പ്രഹ്ലാദൻ മൂലമാകുമോ ഇനി തനിക്ക് മരണം എന്നുപോലും ചിന്തിച്ച് ഹിരണ്യകശിപു ഒരു നിമിഷം തല താഴ്ത്തിയപ്പോഴാണ് ചണ്ടാമർക്കന്മാർ ഹിരണ്യകശിപുവിനോട് പറഞ്ഞത്, എന്താ ഇത്? ലോകപാലന്മാർ, ഇന്ദ്രാദി ദേവന്മാർ പോലും അങ്ങയുടെ മുൻപിൽ തല താഴ്ത്തി പേടിച്ചു വറച്ചു നിൽക്കുമ്പോൾ അങ്ങ് 5 വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ വിഷമിക്കേ? അത് പാടില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വരുണപാശം കൊണ്ട് പ്രഹ്ലാദനെ ബന്ധിക്കാം. ശുക്രാചാര്യർ വരുമല്ലോ, ഗുരുനാഥൻ വന്നാൽ എന്തെങ്കിലും ഒരു പൂജയൊക്കെ കഴിച്ചാൽ ഇത് നേരെയാവും എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഹിരണ്യകശിപുവിനെ അവിടെ സമാധാനിപ്പിച്ചു. അവിടെ പ്രഹ്ലാദനെ വരുണപാശം കൊണ്ട് ബന്ധിച്ചു. ഹിരണ്യകശിപു പച്ചവെള്ളം കൊടുക്കരുത്, ഒന്നുകിൽ ഇത് പട്ടിണി കടന്ന് ചാവട്ടെ, അല്ലെങ്കിൽ ഗുരുനാഥൻ വരുന്നത് വരെ ഇവിടെ കിടക്കട്ടെ എന്ന ഭാവത്തിൽ അവിടെ പ്രഹ്ലാദനെ കിടത്തി. ഈ സമയത്താണ് പ്രഹ്ലാദൻ്റെ കൂട്ടുകാരായ അസുരബാലകന്മാർ പ്രഹ്ലാദൻ്റെ ചുറ്റുമായി വന്നു നിൽക്കുന്നത്. അവരെല്ലാവരും പ്രഹ്ലാദൻ്റെ ചുറ്റും ചേർന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു, ഇതെന്താ പ്രഹ്ലാദ, നീ വല്ല മായാജാലമോ മറ്റോ പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, എത്ര തരത്തിൽ അച്ഛൻ നിന്നെ കൊല്ലാൻ നോക്കി. വെള്ളത്തിലിട്ടപ്പോൾ നീ താണുപോയില്ല, തീയിലിട്ടപ്പോൾ നിനക്ക് പൊള്ളിയില്ല. ആരാ നിന്നെ രക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് എന്നെ മാത്രമല്ല, നിങ്ങളെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കുന്നത് ഈശ്വരനാണ്, ഭഗവാനാണ്.
ആ ഭഗവാനെ അറിയാൻ, ആ ഭഗവാനെ ആശ്രയിക്കാൻ, അതാണ് ഭാഗവതധർമ്മം. തൻ്റെ കൂട്ടുകാരായ ആ അസുരബാലകന്മാർക്ക്, ആസുരികത തീണ്ടാത്ത ആ കുട്ടികൾക്ക് വളരെ ഭംഗിയായിട്ട് ഭാഗവതധർമ്മത്തെ ഉപദേശിച്ചു. കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവം അർത്ഥതം. ഭഗവാനെ സേവിക്കാൻ, ഈശ്വരനെ സേവിക്കാൻ ഏറ്റവും നല്ലത് മാരൻ്റെ ശാപമേൽക്കാത്ത കൗമാരപ്രായം. കുട്ടിക്കാലത്ത് ഭഗവാനുള്ള ഒരു സ്ഥലം ഹൃദയത്തിൽ കൊടുക്കുക. കുട്ടിക്കാലത്ത് ഭഗവാന് ഒരു സ്ഥലം കൊടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ആ ഹൃദയം വിശാലമാവും. പിന്നെ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും അതിൽ കയറാൻ സാധിക്കും. അതല്ല, പിന്നീടാവാമെന്ന് വിചാരിച്ചാൽ അതിനുള്ളിലേക്ക് പല 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 ബന്ധങ്ങളും കയറി കൂടാൻ തുടങ്ങും. അവസാനം ഭഗവാന് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈശ്വരനെ സേവിക്കാൻ എത്ര നേരത്തെ സാധിക്കുമോ അത്രയും നേരത്തെ പുറപ്പെടണം. അതെന്തിനാ പ്രഹ്ലാദ ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ വേണോ ഭഗവാനെ സേവിക്കാനൊക്കെ പോണത്? അതൊക്കെ കുറേ വയസ്സായിട്ട് ചെയ്താൽ പോരെ. ഇപ്പം നമുക്ക് കളിക്കേണ്ട പ്രായമല്ലേ, പഠിക്കേണ്ട പ്രായമല്ലേ എന്നൊക്കെയാണെങ്കിൽ ഈ പ്രായമായിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അധ്രുവം. എപ്പോഴാ ഈ ജന്മം, എപ്പോഴാ ഇവിടെ ഈ ശരീരം വിട്ടു പോണ്ടി വരിക എന്ന് നമുക്കറിയില്ല. ഏത് നിമിഷവും നശിച്ചു പോകും. വെള്ളത്തിലെ നിറക്കുമിള പോലെ എപ്പോഴും വേണമെങ്കിലും പൊട്ടിപ്പോകാമെന്നിരിക്കെ ഭഗവാനെ സേവിക്കാൻ നാളെ ഒരു ദിവസം ആവട്ടെ എന്ന് കാത്തിരിക്കുന്നത് വിഡ്ഢിത്തല്ലേ. പിന്നെ കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള കളികളായിട്ടും യൗവനകാലത്ത് പലതരത്തിലുള്ള വിചാരവികാരങ്ങളായിട്ടും വാർദ്ധക്യകാലത്ത് ഇതുവരെ അനുഭവിച്ചതായ അനുഭവങ്ങളിൽ മുഴുകിയും കഴിയുന്ന ഒരാൾക്ക് എപ്പോഴാണ് ഈശ്വരനെ സേവിക്കാൻ സമയം കിട്ടുക? അപ്പം പിന്നെ ഭഗവാന്റെ നാമം ജപിക്കാൻ എപ്പോഴാണ് സമയം? ഇപ്പോൾ ഇവിടെ വച്ച് നാവുണ്ടോ ജപിച്ചോളൂ, നാളേക്ക് വെക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾ പ്രഹ്ലാദനോട് പറയണത്, സത്യം പറയട്ടെ പ്രഹ്ലാദ, നീ നാമം ജപിക്കണത് കേൾക്കുമ്പോഴേ ഞങ്ങൾക്കും തോന്നാറുണ്ട് നാമം ജപിക്കാൻ. പക്ഷെ നിൻ്റെ അച്ഛനെ പേടിച്ചിട്ടാണ്. ഞങ്ങളൊക്കെ വിചാരിച്ചത് ഞങ്ങളിപ്പോൾ ചെറിയ പ്രായമല്ലേ, കുറേ കാലം കഴിഞ്ഞ് ഹിരണ്യകശിപു ചത്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞങ്ങൾ വയസ്സന്മാരാവും, എന്നിട്ട് നാമം ജപിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞു കേൾക്കുമ്പോൾ നാളേക്ക് നാമം ജപിക്കാൻ ഞങ്ങളില്ലെങ്കിലോ? അതുകൊണ്ട് ഒന്ന് നാമം ജപിച്ചു തരൂ പ്രഹ്ലാദ, ഞങ്ങളൊന്ന് ജപിക്കട്ടെ. അല്ല, ഞങ്ങൾക്ക് നാമം ജപിക്കാൻ പാടുമോ? ഞങ്ങൾ അസുരബാലകന്മാരല്ലേ. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ. ഭഗവാന്റെ നാമം അതാർക്കും ജപിക്കാൻ സാധിക്കും. മൂകനെ അങ്ങൊഴിച്ചുള്ള ഏതൊരാൾക്കും എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും ഏതെങ്കിലും വിധത്തിലൊന്ന് നാമം ജപിച്ചാൽ ആ നാമജപത്തിന് ഫലമുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ തിരുനാമം അത് ജപിക്കൂ എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ ആ കുട്ടികളെ മുഴുവൻ ഭക്തിയുടെ പരമഭാവത്തിലേക്ക് ഉയർത്തുന്നതും, എങ്കിൽ പ്രഹ്ലാദ ഞങ്ങൾക്കൊന്ന് നാമം ജപിച്ചു തരണേ എന്ന് പറയേണ്ട താമസം പ്രഹ്ലാദൻ ഭഗവാന്റെ നാമം ജപിക്കാനായി ആരംഭിച്ചു. പ്രഹ്ലാദനൊന്ന് നാമം ജപിക്കുമ്പോഴേക്കും ആ കുട്ടികൾക്കുണ്ടായ ആനന്ദത്തിന് അതിരില്ല. പരമഭാഗവതനായ പ്രഹ്ലാദൻ ജപിച്ചു കൊടുത്തതായ തിരുനാമത്തെ എല്ലാവരും ഏറ്റെടുത്തു. ഒരു പ്രഹ്ലാദനെ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ നാമജപം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ മുഴുവൻ പ്രഹ്ലാദന്മാരാക്കി മാറ്റി. നാമഘോഷമുഖരിതമായ അന്തരീക്ഷത്തിൽ എവിടെ ഭഗവാന്റെ തിരുനാമത്തിൻ്റെ ആ തരംഗം ചെന്ന് തട്ടുന്നുവോ അവിടെയൊക്കെ ഭഗവത് ചൈതന്യം നിറഞ്ഞു. ആ ഒരു രംഗത്തിലേക്കാണ് സർപ്പപതാകത ഇവശ്വസൻ പ്രകൃതി ദാരുണ. ചവിട്ടേറ്റ ഒരു വിഷസർപ്പത്തെ പോലെ ഓടി വന്നോ ഹിരണ്യകശിപു. പ്രഹ്ലാദൻ്റെ മുടിക്കുത്ത് പിടിച്ചു വലിച്ചഴച്ചു കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് ചോദിച്ചു, വിനയമില്ലാത്തവനെ, ത്രിലോകങ്ങളും എൻ്റെ മുൻപിൽ മുട്ടുകൂട്ടിയിടിച്ച് വിറയ്ക്കുമ്പോൾ
ലോകപാലന്മാരെ മുഴുവൻ ഞാൻ എൻ്റെ ബലം കൊണ്ട് കാൽക്കീഴിൽ ഒതുക്കുമ്പോൾ എൻ്റെ ശത്രുവായ വിഷ്ണുവിൻ്റെ നാമം ജപിക്കാൻ നിനക്ക് ആരാടാ ബലം നൽകുന്നത് എന്ന് ചോദിച്ചതായ അച്ഛൻ്റെ മുൻപിൽ എനിക്കായിട്ടൊരു ബലം, അച്ഛനായിട്ടൊരു ബലം അതില്ല. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ബലം ഭഗവാനാണ് എന്നുള്ളതായ ആ പ്രഹ്ലാദൻ്റെ വാക്ക് കേട്ടതും നീ മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പാണ്. പക്ഷേ നിന്നെ കൊല്ലണതിന് മുമ്പ് എനിക്ക് കയ്യിൽ കിട്ടേണ്ട ഒരുത്തനുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ജഗദീശ്വരൻ, ജഗന്നാഥൻ, ജഗത്പ്രഭു എന്നൊക്കെ പറയുന്ന ഒരുത്തൻ. വൈകുണ്ഠത്തിൽ വരെ പോയിട്ടും ഞാൻ അവനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ പറയുന്നത് പോലെ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരനാണെങ്കിൽ എൻ്റെ മുൻപിലേക്ക് അവൻ വരട്ടെ എന്ന ആ ഹിരണ്യകശിപുവിൻ്റെ വാക്ക് കേട്ട്, എവിടെയാവനുള്ളത് എന്ന ഹിരണ്യകശിപുവിൻ്റെ ചോദ്യം കേട്ട് പ്രഹ്ലാദൻ പറഞ്ഞു, എവിടെയാവനില്ലാത്തത്? സർവത്ര. ഭഗവാനില്ലാത്തൊരു സ്ഥലം അതില്ല. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗൽ. ഈ ഒരു ഉത്തരങ്ങ് കേട്ടതും ഹിരണ്യകശിപു ചുറ്റും നോക്കി ഒന്നും കാണില്ല. പ്രഹ്ലാദനാണെങ്കിലോ തൊഴുത് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒടുവിൽ ഒട്ടും ഇല്ല എന്നുറപ്പിച്ചൊരു സ്ഥലം കസ്മാൽ സ്തംഭേന, എങ്കിൽ ഞാൻ പണി കഴിപ്പിച്ച എൻ്റെ കൊട്ടാരത്തിനകത്തുള്ള ഈ തൂണിനകത്ത് എന്തുകൊണ്ട് നിൻ്റെ വിഷ്ണുവിനെ കാണണില്ല എന്ന ഹിരണ്യകശിപുവിൻ്റെ ചോദ്യം കേട്ടതും പ്രഹ്ലാദൻ ഒന്ന് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ചു. കണ്ണു തുറന്നതും പ്രഹ്ലാദൻ പിന്നെ തൂണ് കണ്ടില്ല. ശംഖചക്ര ഗദാധാരിയായ ഭഗവാനെ കണ്ടതും ദൃശ്യത്തെ, വ്യക്തമായി ഞാൻ ഭഗവാനെ കാണുന്നു എന്നവിടെ പറഞ്ഞതും ഹിരണ്യകശിപു തൻ്റെ ആ മുഷ്ടി അവിടെ ചുരുട്ടി ഓടി വന്ന ആ തൂണിനിട്ടവിടെ ഇടിച്ചു. പിന്നെ അവിടെ ഒരു തൂണ് പൊളിയണ ശബ്ദമല്ല, ഘോരമായ ഒരു അട്ടഹാസം മുഴങ്ങി. അണ്ടകടാഹങ്ങൾ കിടകിട വിറച്ചു. സൂര്യചന്ദ്രന്മാർ രണ്ട് ഭാഗങ്ങളിലേക്കായിട്ട് മറഞ്ഞു. പർവ്വതങ്ങൾ ചെരിഞ്ഞു വീഴാൻ തുടങ്ങി. സമുദ്രം കരകയറി വരാൻ തുടങ്ങി. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിനകത്തുള്ള സകല തൂണുകളും വിറയ്ക്കാൻ തുടങ്ങി. ഇടിച്ചതായ ആ തൂണു നടുവിൽ കൂടി പിളർന്നു വീണതും അതിനകത്തുനിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ പൊട്ടിത്തെറിക്കുന്നതും ഘോരമായ ഗർജനം അവിടെ മുഴങ്ങുന്നതും ഏതോ ഒരു തേജസ് തൻ്റെ അരികിലേക്ക് വരുന്നതായി കണ്ടു ഹിരണ്യകശിപു. കണ്ണു തുറന്ന് നോക്കാൻ പോലും ഹിരണ്യകശിപുവിന് സാധിച്ചില്ല ആ ഒരു തേജവുമായ രൂപത്തെ. ഒടുവിൽ കണ്ണു തിരുമ്മി നോക്കിയപ്പോഴാണ് ചൊറിഞ്ഞുടുത്തതായ പീതാംബരവും പലവിധത്തിലുള്ളതായ മാലകൾ ആടിയുലയുന്നതായി വിരിഞ്ഞതായ വക്ഷസ്സും പലതരത്തിലുള്ളതായ ആയുധങ്ങളെ ധരിച്ച കൈകൾ, അതിൽ 4 കൈകളിൽ കൂട്ടിമുട്ടുമ്പോൾ തീപൊരി പറക്കുന്ന നഖായുധങ്ങൾ, ഇറുകിയതായ കഴുത്ത്. അവിടുന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. അഹോ കിമേതൽ നൃമൃഗേന്ദ്രരൂപം. കേശഭാരം കിരീടവും ഉയർത്തിപ്പിടിച്ചതായ പടുകൂറ്റൻ ചെവികളും കനക്കട്ട പോലെ തിളങ്ങുന്നതായ ഉണ്ടക്കണ്ണുകളും കൊടുങ്കാറ്റ് പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതായ നാസികാദ്വാരങ്ങളും ഗുഹ പോലെ തുറന്നിരിക്കുന്നതായ ദംഷ്ട്രകളുള്ള വായയും ഒക്കെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് പിന്നോട്ടടിച്ചു, പിന്നെ ഉറപ്പിച്ചു നൂനം വിഷ്ണുരയം, കള്ളവേഷം കെട്ടുന്ന വിഷ്ണുവിൻ്റെ മറ്റൊരു വേഷം എന്നുറപ്പിച്ച് ആ നരസിംഹമൂർത്തിയുടെ അടുത്തേക്കിതാ യുദ്ധത്തിനായി പുറപ്പെട്ടു. സന്ധ്യ കഴിയണത് വരെ അതിഗംഭീരമായിട്ടുള്ളതായ യുദ്ധം. ഒടുവിൽ ക്ഷീണിച്ചവശനായ ഹിരണ്യകശിപുവിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഉമ്മറപ്പടിയിലേക്കിരുന്ന് തൻ്റെ മടിത്തട്ടിലേക്ക് മലർത്തിക്കിടത്തി നഖായുധങ്ങളെ കൊണ്ട് ഹിരണ്യകശിപുവിനെ അവിടെ ഇറുകിപ്പിടിച്ചു. 2 കൈകളെ ആകാശത്തേക്ക് ഉയർത്തി വിരിഞ്ഞതായ ആ മാറിടത്തിലേക്ക് നഖായുധങ്ങളെ കുത്തിയിറക്കി 2 ഭാഗത്തേക്കായി പൊളിച്ചിട്ടു. അതിനകത്തുള്ളതായ രക്തത്തെ പാനം ചെയ്ത് ആ കുടൽമാലയെ തൻ്റെ കണ്ഠത്തിൽ ആഭരണമാക്കി ചാർത്തി ആ ശരീരത്തെ വലിച്ചെറിഞ്ഞു ഘോരമായി അട്ടഹസിച്ച് നിൽക്കുന്ന ഉഗ്ര നരസിംഹമൂർത്തി. ശാന്താകാരം എന്ന് ഭക്തന്മാരൊക്കെ കരുതിയതായ ഭഗവാന്റെ ആ ഒരു ഘോരരൂപം കണ്ട് ചാരണന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, പാർഷദന്മാരൊക്കെ അത്ഭുതപ്പെട്ടു. സ്തുതിക്കാൻ പോലും ശക്തിയില്ലാതെ അവരൊക്കെ വളരെ ദൂരത്ത് നിന്ന് ഭഗവാന്റെ ആ നരസിംഹാവതാര രംഗം കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. അതേസമയം ഭഗവാന്റെ തൊട്ടരികിലായി ഭഗവാന്റെ തൃപ്പാദം മാത്രം കണ്ടുകൊണ്ട് ഹരിനാരായണ നാമം ജപിച്ചുകൊണ്ട് പ്രഹ്ലാദൻ എന്ന പരമഭാഗവതനും. ഈ ഒരു രംഗമാണ് അടുത്ത അധ്യായത്തിൽ ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കാൻ സത്യം വിധാതും നിജഭൃത്യഭാഷിതം. കേവലം 4-5 വയസ്സുള്ള പ്രഹ്ലാദൻ എന്ന ആ ഭാഗവതൻ്റെ നിഷ്കളങ്കമായ തന്നോടുള്ളതായ ഭക്തി, തന്നോടുള്ളതായ പ്രേമം, അത് സത്യമാണ് എന്ന് തെളിയിക്കാൻ ഭക്തരക്ഷകനായി തൂണിലും തുരുമ്പിലും താൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ
ഭഗവാൻ അത്യദ്ഭുത നരസിംഹമൂർത്തിയായി എഴുന്നള്ളുന്ന അവതാര രംഗമാണ് അടുത്ത അധ്യായത്തിൽ. നമുക്കും പ്രാർത്ഥിക്കാം. മള്ളിയൂരിൻ്റെ ഈ ഒരു പുണ്യഭൂമിയിൽ ഭാഗവതാമൃത സത്രവേദിയിൽ ഭഗവാൻ പ്രഹ്ലാദപ്രിയനായി നരസിംഹമൂർത്തിയായി അവതരിക്കുന്ന രംഗത്തിൽ നമുക്കും സർവ്വവിധത്തിലുള്ളതായ അനുഗ്രഹവും അഭയവും ആ ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇനി നരസിംഹാവതാര രംഗമാണ് അടുത്ത അധ്യായം. യജ്ഞവേദിയിൽ ഭക്തന്മാർക്ക് നിറപറ, നെയ്വിളക്ക്, അർച്ചനകളൊക്കെ ചെയ്യാൻ വളരെ ശ്രേഷ്ഠമായി